ഒരു 40 വയസ്സുള്ള സ്ത്രീ പെട്ടെന്ന് തന്റെ വീടെല്ലാം പൂട്ടി ആർക്കും അറിയാതെ ആ ഗ്രാമം വിട്ട് പോകാൻ നോക്കുകയാണ്. എന്നാൽ അങ്ങനെ പോകുമ്പോൾ നാട്ടുകാർ ആരെങ്കിലും അവിടെ നിൽക്കുന്നുണ്ടാകുമോ എന്ന ഭയത്താൽ അവർ കാട്ടിലേക്ക് മാറി നിൽക്കുന്നു. ഒരു മരത്തിന്റെ മറവിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു കാട്ടുപന്നി അവരെ ആക്രമിക്കാൻ വരുന്നു. പേടിച്ചു പോയ അവർ കാട്ടുപന്നിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേഗത്തിൽ ഓടാൻ തുടങ്ങി. ഓടുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി ഒരു കിണറ്റിൽ വീഴുകയും വീണ വേഗതയിൽ കിണറ്റിനകത്തുള്ള ഒരു കല്ലിൽ തലയിടിക്കുകയും ചെയ്യുന്നു. ഇതുമൂലം അമിതമായി ചോര വാർന്ന് അവർ കിണറ്റിൽ മുങ്ങിപ്പോകുന്നു. ആരാണിവർ? എന്തിനാണ് ഈ അസമയത്ത് നാട്ടുകാർക്ക് പോലും അറിയാതെ ഗ്രാമം വിട്ടു പോകാൻ നോക്കിയത്? ഇവർക്ക് പിന്നിൽ അങ്ങനെ എന്താണ് പ്രശ്നം എന്ന് നമുക്ക് നോക്കാം. ഇതുവരെ സ്ത്രീ സ്വാതന്ത്ര്യം, മാറ്റം, പുരോഗതി എന്നിങ്ങനെ എത്രയൊക്കെ കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ ഗ്രാമങ്ങളിൽ നമുക്ക് ചുറ്റിലും ഒട്ടനവധി സ്ത്രീകൾ ഈ ഒരു പ്രശ്നം കാരണം നമ്മുടെ കൺമുന്നിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതൊക്കെ ഒരു കാര്യമാണോ എന്ന് പറഞ്ഞ് ആരും ഇതിനെ അത്ര കാര്യമാക്കാറില്ല. എന്നാൽ അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയൂ അത് എത്രത്തോളം വലിയ വേദനയാണെന്ന്. ഈ ഒരു കഥയിൽ നമ്മുടെ കണ്ണിൽ പെടാതെ നമ്മുടെ അമ്മമാർ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ടെന്ന് വളരെ ആഴത്തിൽ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ഈ വീഡിയോ മുഴുവനായി കാണുക. എങ്കിൽ മാത്രമേ സ്ത്രീകളുടെ വേദന എന്താണെന്ന് നമുക്ക് ഒരു പരിധിവരെയെങ്കിലും മനസ്സിലാക്കാനാകൂ. നിങ്ങൾ ആദ്യമായാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ സിനിമയുടെ തുടക്കരംഗത്തിൽ ഒരു ഗ്രാമത്തിൽ ഭർത്താവ് നഷ്ടപ്പെട്ട് 2 മക്കളുമായി അനാഥയായി നിൽക്കുന്ന ഒരു സ്ത്രീയെയാണ് കാണിക്കുന്നത്. ഭർത്താവ് മരിച്ച സ്ഥിതിക്ക് എനിക്കിനി തനിയെ ജീവിക്കാൻ കഴിയില്ല, മക്കളെ നോക്കാനും ഒരാൾ വേണം എന്ന് പറഞ്ഞ് അവർ സ്വന്തം ജ്യേഷ്ഠന്റെയും അമ്മയുടെയും അടുത്തേക്ക് സഹായം ചോദിച്ചു പോകുന്നു. അമ്മേ, നിങ്ങൾ ഇനി എന്റെ കൂടെ വന്ന് താമസിക്കണം, കുട്ടികൾ ചെറുതാണ്, നിങ്ങൾ അവരെ നോക്കുകയാണെങ്കിൽ എനിക്ക് ജോലിക്ക് പോയി സമ്പാദിക്കാം എന്ന് പറയുമ്പോൾ അവർ പറയുന്നു, നിന്റെ അച്ഛനെ തനിച്ചാക്കി എനിക്ക് വരാൻ കഴിയില്ല, ഞാൻ പോയാൽ അച്ഛനെ ആര് നോക്കുമെന്ന് പറഞ്ഞ് വരാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കുന്നു. അങ്ങനെ എല്ലാവരോടും സഹായം ചോദിച്ചിട്ടും ആരും വരാൻ തയ്യാറാകുന്നില്ല. ഒടുവിൽ അവർ ഒരു തീരുമാനമെടുക്കുന്നു. എന്റെ 2 മക്കളെയും ഞാൻ തന്നെ തനിയെ പോരാടി വളർത്തണം, എനിക്ക് തന്നെ എന്റെ മക്കളെ നോക്കാൻ കഴിയും എന്ന് കരുതി അവർ മക്കളെ വളർത്താൻ തുടങ്ങുന്നു. എന്നാൽ എല്ലാ കാര്യങ്ങളും മക്കൾക്ക് പറഞ്ഞു കൊടുത്താലും കുട്ടിക്കാലത്ത് അവർക്ക് വാശി കൂടുതലായിരിക്കുമല്ലോ. ഒരു വസ്തുവിനോട് ആഗ്രഹം തോന്നിയാൽ അവർ അത് വേണമെന്ന് വാശി പിടിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും മക്കൾ നമ്മുടെ വാക്ക് കേൾക്കുകയില്ല. അതുകൊണ്ട് ഇവരെ ഒരു ഹോസ്റ്റലിൽ അയച്ചാൽ അവിടുത്തെ നിയമങ്ങൾ അനുസരിച്ച് ഇവരെ ഒരു പരിധിവരെയെങ്കിലും നിയന്ത്രണത്തിൽ കൊണ്ടുവരാം എന്ന് കരുതി അമ്മ ഈ 2 മക്കളെയും ഹോസ്റ്റലിൽ അയച്ച് പഠിപ്പിക്കാൻ ഏർപ്പാടാക്കുന്നു. മക്കൾ എത്രയോ കെഞ്ചി ചോദിക്കുന്നുണ്ട്, അമ്മേ ഇനി ഞങ്ങൾ പറയുന്നതനുസരിച്ച് ജീവിക്കാം, ഞങ്ങളെ ഹോസ്റ്റലിലേക്ക് ഒന്നും അയക്കരുത് എന്ന്. പക്ഷേ കുട്ടികൾ കെഞ്ചിയിട്ടും അമ്മ അതൊന്നും സമ്മതിക്കുന്നില്ല. നിങ്ങൾ ഹോസ്റ്റലിൽ പോയേ തീരൂ എന്ന് പറഞ്ഞ് അവർ ഉറച്ച തീരുമാനമെടുക്കുന്നു. മക്കളെ ഹോസ്റ്റൽ ബസ്സിൽ കയറി വിട്ടതിനു ശേഷം ആ ബസ് പകുതി ദൂരം പോലും പോകുന്നതിന് മുൻപ് അമ്മയ്ക്ക് ആ വേദന താങ്ങാൻ കഴിഞ്ഞില്ല. കാരണം എനിക്ക് തണലായിരുന്ന ഭർത്താവ് മരിച്ചുപോയി, ഇനി ഈ മക്കളാണ് എന്റെ ലോകം എന്ന് കരുതിയിരുന്നപ്പോൾ ഇപ്പോൾ ഈ മക്കളും എന്നെ വിട്ട് പിരിയാൻ പോവുകയാണല്ലോ എന്നോർത്ത് അവർ ഒരുപാട് വിഷമിക്കുന്നു. എന്നാൽ അല്പം കഴിഞ്ഞപ്പോൾ ഞാൻ ഹോസ്റ്റലിലേക്ക് പോവില്ല എന്ന് പറഞ്ഞ് ആ മക്കൾ വാശി പിടിച്ച് ബസ്സിൽ നിന്ന് താഴെ ഇറങ്ങുന്നു. ആ കുട്ടികൾക്ക് എങ്ങനെയാണോ ഹോസ്റ്റലിൽ പോകാൻ താല്പര്യമില്ലാതിരുന്നത് അതുപോലെ തന്നെയാണ് ഈ അമ്മയ്ക്കും. മക്കളെ അയച്ചെങ്കിലും അവരുടെ മനസ്സിൽ എന്തോ ഒരു വിഷമം ഉണ്ടായിരുന്നു. കുട്ടികൾ താഴെ ഇറങ്ങി ഉടൻ തന്നെ, ഇനി നിങ്ങൾ എന്നെ വിട്ട് തനിയെ എങ്ങും പോകേണ്ടതില്ല, എത്ര കഷ്ടപ്പെട്ടാലും ഞാൻ നിങ്ങളെ വളർത്താം എന്ന് പറഞ്ഞ് അമ്മ അവരെ ചേർത്ത് പിടിക്കുന്നു. ആ മക്കളോട് അമ്മയ്ക്ക് അത്രയേറെ സ്നേഹമുണ്ടായിരുന്നു. ആദ്യമൊക്കെ കുട്ടികൾ അമ്മയുടെ വാക്ക് കേൾക്കാറില്ലായിരുന്നു. എന്നാൽ നമ്മുടെ അമ്മ നമുക്ക് വേണ്ടി ഇത്രയധികം കഷ്ടപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയത് മുതൽ ആ കുട്ടികൾ എല്ലാ കാര്യങ്ങളും അമ്മയോട് ചോദിച്ച് അവരുടെ വാക്ക് കേട്ട് ചെയ്യാൻ തുടങ്ങി. അതായത് ഒരു പെൺകുട്ടി ഉണ്ടായാൽ ആ വീട് എങ്ങനെ ഇരിക്കണം, എങ്ങനെ പാചകം ചെയ്യണം, ഇത് നോക്കണം, എങ്ങനെ തുണി അലക്കണം, നമ്മുടെ ജോലി നമ്മൾ തന്നെ ചെയ്തു തീർക്കണം, ആരും നമുക്ക് വേണ്ടി വരില്ല എന്നൊക്കെ ആ അമ്മ തന്റെ ആൺമക്കൾക്ക് ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിച്ചു പറഞ്ഞു കൊടുക്കുന്നു. എന്നാൽ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ലായിരുന്നു. ഒരു ഗ്രാമത്തിൽ 30 വയസ്സിനുള്ളിൽ പ്രായമുള്ള ഒരു സ്ത്രീയുടെ ഭർത്താവ് മരിച്ചാൽ ആ നാട്ടിലെ പുരുഷന്മാർ ആ സ്ത്രീയെ എത്രത്തോളം മോശമായാണ് നോക്കുക. ഈ പെണ്ണുങ്ങൾക്ക് ഭർത്താവില്ലല്ലോ, നമുക്ക് അവരുടെ ഭർത്താവാകാൻ കഴിയില്ലേ എന്ന് പറഞ്ഞ് എത്രയോ പുരുഷന്മാർ കൊതിക്കും. അങ്ങനെ ആ നാട്ടിലുള്ള പുരുഷന്മാർ ദിവസവും രാത്രിയിൽ വന്ന് ഓരോരുത്തരായി ആ സ്ത്രീയെ ശല്യം ചെയ്തുകൊണ്ടേയിരുന്നു. എന്റെ കൂടെ വരുന്നുണ്ടോ, ഞാൻ നിന്നെ നോക്കിക്കോളാം, നിന്റെ മക്കളെ ഞാൻ പഠിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ് ദിവസവും ടോർച്ചർ ചെയ്തുകൊണ്ടിരുന്നു. എല്ലാ ജനലുകളും വാതിലുകളും അടച്ചിട്ടാലും വീടിന് വെളിയിൽ നിന്ന് വരുന്ന ആ ശബ്ദങ്ങൾ അവർക്ക് ദിവസവും കേൾക്കേണ്ടി വന്നു. ഇതുമൂലം അവരുടെ ഓരോ ദിവസവും നരകതുല്യമായ വേദനയിലൂടെയാണ് കടന്നുപോയത്. എന്നാൽ ആ അമ്മയുടെ ഒരേ ഒരു ലക്ഷ്യം എങ്ങനെയെങ്കിലും തന്റെ മക്കളെ നന്നായി പഠിപ്പിച്ച് ഒരു നല്ല നിലയിൽ എത്തിക്കുക എന്നത് മാത്രമായിരുന്നു. സ്വന്തം മക്കളെ പഠിപ്പിക്കണം എന്ന ഒരൊറ്റ കാരണത്താൽ അവർക്ക് ലഭിക്കുന്ന എല്ലാ ജോലികളും അവർ ചെയ്യുന്നു. ചുടുകട്ട ചൂളയിൽ പോകുന്നു, വീട് കൂട്ടുന്നു, വീട്ടുജോലിക്ക് പോകുന്നു, അങ്ങനെ എന്തൊക്കെ ചെറിയ ജോലികൾ കിട്ടുമോ അതൊക്കെ അവർ ചെയ്യുന്നു. ഇതിനിടയിൽ പണ്ട് മുതൽ ശല്യം ചെയ്യുന്ന പുരുഷന്മാർ ദിവസവും വന്ന് ടോർച്ചർ ചെയ്തുകൊണ്ടേയിരുന്നു. എന്നാൽ തനിക്ക് വരുന്ന പ്രശ്നങ്ങളെയും കഷ്ടപ്പാടുകളെയും ഒട്ടും ശ്രദ്ധിക്കാതെ തന്റെ മക്കളെ എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുവരണം എന്ന് മാത്രമായിരുന്നു അവരുടെ ഒരേ ഒരു ലക്ഷ്യം. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. മക്കളെ നന്നായി പഠിപ്പിച്ച് അവർ ഇപ്പോൾ കോളേജ് പ്രായത്തിലുള്ള വലിയ ആൺകുട്ടികളായി മാറി. അമ്മയും തങ്ങളാൽ കഴിയുന്ന വിധം കടം വാങ്ങി മക്കളെ കോളേജിൽ ചേർത്തു. ഇപ്പോൾ കുട്ടികൾ വളർന്നു കഴിഞ്ഞു. ഇനി ആ മക്കൾ നന്നായി പഠിച്ച് അവരുടെ ജീവിതം അവർ തന്നെ നോക്കിയാൽ മതി. ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ് അവരുടെ അമ്മ ഏറെ ആഗ്രഹിച്ചത്. എത്രയൊക്കെ കാലം കഴിഞ്ഞാലും ആ നാട്ടിലെ ഗ്രാമത്തലവൻ എപ്പോഴും ആ അമ്മയെ ഒത്തിരി കളിയാക്കുമായിരുന്നു. ഇവരുടെ ഭർത്താവ് മരിച്ചതുകൊണ്ട് ഇവർക്ക് മാസം തോറും പെൻഷൻ തുകയായി ഒരു 1000 രൂപ വരുമാനമായിരുന്നു. ഈ പണം വെച്ച് ഇവൾ എത്ര നാളായി ജീവിതം തള്ളി നീക്കുന്നു എന്ന് പറഞ്ഞ് അവൻ പരിഹസിച്ചു സംസാരിക്കും.
അതിന് ആ അമ്മ, എന്താ ഞാൻ മരിക്കുന്നത് വരെ തനിയെ തന്നെ ജീവിക്കണമെന്നുണ്ടോ? എനിക്ക് എന്റേതായ ഒരു ജീവിതം ഉണ്ടാക്കിക്കൂടെ എന്ന് ആ ഗ്രാമത്തലവനോട് ചോദിക്കുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും സംസാരിക്കുന്ന കാര്യം ആ നാട്ടിലെ സ്കൂൾ മാസ്റ്റർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ മാസ്റ്റർ തന്നെ മുന്നോട്ട് വന്ന്, ശരി, നമുക്ക് ഈ കാര്യം ചോദിച്ചു നോക്കാം എന്ന് കരുതി ആ അമ്മയോട് സംസാരിക്കുന്നു. നിങ്ങൾ ആ തലവനോട് സംസാരിച്ചത് ഞാൻ കേട്ടു. നിങ്ങൾക്ക് വീണ്ടും കല്യാണം കഴിക്കാൻ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് മാസ്റ്റർ ചോദിക്കുന്നു. അതിന് ആ അമ്മ, വീണ്ടും കല്യാണം എന്നൊരു കാര്യം എന്റെ ജീവിതത്തിൽ ചിന്തിക്കാൻ പോലും കഴിയില്ല. കാരണം ഒരു സ്ത്രീയുടെ ഭർത്താവ് മരിച്ചാൽ അവളുടെ ജീവിതം അവിടെ അവസാനിച്ചു. ഒരു നല്ല കാര്യത്തിനും സ്വന്തക്കാരോ ബന്ധുക്കളോ നമുക്ക് മുൻഗണന നൽകില്ല. നാട്ടിൽ ഞാൻ ആരുടെയെങ്കിലും മുന്നിൽ ചെന്നപ്പെട്ട ഇവൾ വന്നതുകൊണ്ടാണ് എന്റെ കാര്യം നടക്കാത്തത് എന്ന് പറഞ്ഞ് എന്നെ ശപിക്കും. ഇതിനിടയിൽ ഒട്ടനവധി പുരുഷന്മാർ എപ്പോഴാണ് അവസരം കിട്ടുക എന്ന് നോക്കി കാത്തിരിക്കുന്നുണ്ട്. ഇത്രയും പ്രശ്നങ്ങൾ തലയ്ക്ക് മുകളിലുള്ളപ്പോൾ ഞാൻ വീണ്ടും കല്യാണം കഴിച്ചാൽ ഈ നാട് നമ്മളെക്കുറിച്ച് മോശമായി സംസാരിക്കില്ലേ എന്ന് അമ്മ ചോദിക്കുന്നു. അതിന് മാസ്റ്റർ ഒരൊറ്റ കാര്യമേ ചോദിക്കുന്നുള്ളൂ, നീ നാട്ടുകാരെ കാര്യം വിട്. നിനക്ക് വീണ്ടും കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ ഇല്ലയോ? അതിനെക്കുറിച്ച് നീ എന്താണ് ചിന്തിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവർ മറുപടി ഒന്നും പറയാതെ നിശബ്ദയായിരിക്കുന്നു. അപ്പോഴാണ് മൗനം സമ്മതം എന്ന അർത്ഥം അദ്ദേഹത്തിന് മനസ്സിലാകുന്നത്. അതായത് അവർക്ക് രണ്ടാമത് വിവാഹം കഴിക്കാൻ സമ്മതമായിരുന്നു. എന്നാൽ 40 വയസ്സായ ഒരു സ്ത്രീ വീണ്ടും രണ്ടാമത് കല്യാണം കഴിക്കുക, അതും ഇപ്പോൾ അവരുടെ മക്കൾക്ക് തന്നെ കല്യാണപ്രായമായി നിൽക്കുന്ന ഈ സമയത്ത് ഈ അമ്മയ്ക്ക് രണ്ടാമതൊരു കല്യാണം ആവശ്യമുണ്ടോ എന്നൊരു ചിന്ത വരാൻ. എങ്കിലും അവരുടെ ജീവിതത്തിൽ ഇതിനും ഒട്ടനവധി കഷ്ടപ്പാടുകൾ അവർ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ മക്കളും വളർന്നു വലുതായി. അവരുടെ ജീവിതം അവർക്ക് തന്നെ നോക്കാം. ഇനിമേലെങ്കിലും സ്വന്തം ജീവിതത്തിൽ ഒരല്പം സന്തോഷമുണ്ടാകില്ലേ എന്ന് അവർ കൊതിക്കുന്നു. ഇതുകൊണ്ട് തന്നെ അവർക്ക് രണ്ടാമതൊരു വിവാഹം കഴിക്കുന്നതിൽ സമ്മതമായിരുന്നു. എങ്കിലും ആ അമ്മ തീർത്തു തന്നെ മാസ്റ്ററോട് പറയുന്നു, എന്റെ മൂത്ത മകൻ ഈ കല്യാണത്തിന് സമ്മതിച്ചാൽ മാത്രമേ ഞാൻ വീണ്ടും രണ്ടാമത് കല്യാണം കഴിക്കൂ എന്ന്. കാരണം ഇളയവന് അത്രത്തോളം കാര്യവിവരമില്ല. മൂത്തവനാണ് ഒരല്പം വിവരമുള്ളവൻ എന്ന് കരുതി. എന്ത് വന്നാലും എന്റെ മൂത്ത മകനോട് ചോദിക്കൂ എന്ന് അവർ മാസ്റ്ററോട് പറയുന്നു. ശരി, മാസ്റ്റർ പഠിപ്പിച്ച കുട്ടിയല്ലേ അവൻ, നമുക്ക് ധൈര്യമായി പോയി ചോദിക്കാം എന്ന് കരുതി മൂത്ത മകൻ നാട്ടിൽ വന്ന സമയം നോക്കി മാസ്റ്റർ അവനെ വിളിച്ച് സംസാരിക്കുന്നു. ഇതാ നോക്കൂ, എനിക്കറിയാവുന്ന ഒരു മാസ്റ്ററുണ്ട്. അദ്ദേഹത്തിന് ഒരു 40-42 വയസ്സ് കാണും. നിങ്ങളുടെ അമ്മയെ അദ്ദേഹത്തിന് കല്യാണം കഴിച്ചു കൊടുത്താലോ എന്ന് ചോദിക്കുന്നു. അതായത് 23 വയസ്സുള്ള ഒരു മകന്റെ അടുത്ത് പോയി നിന്റെ അമ്മയെ വേറൊരാൾ കല്യാണം കഴിച്ചു കൊടുക്കാൻ സമ്മതമാണോ എന്ന് ചോദിക്കുമ്പോൾ ആ മകന് അത് ഉൾക്കൊള്ളാൻ പോലും കഴിഞ്ഞില്ല. ഇതിനെ എങ്ങനെ നേരിടണം, അവന്റെ മറുപടി എന്തായിരിക്കണം, താൻ എന്ത് പറയണം എന്ന് പോലും അവന് മനസ്സിലായില്ല. അവൻ ഒരു തരം ചിരിച്ചുകൊണ്ടും കരഞ്ഞുകൊണ്ടും മറുപടിയൊന്നും പറയാതെ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. മാസ്റ്റർ എന്തോ തെറ്റായി പറയുകയാണെന്ന് കരുതിയാൽ തന്റെ അമ്മയ്ക്കും ഈ കാര്യത്തിൽ സമ്മതമാണെന്ന കാര്യം അവൻ മനസ്സിലാക്കുന്നു. ദേഷ്യത്തിൽ അവിടെ നിന്ന് ഓടിപ്പോയ മൂത്ത മകൻ വീണ്ടും വീട്ടിലേക്ക് വരുന്നു. അവന്റെ അമ്മയും ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നു. വീട്ടിൽ വന്നയുടൻ അമ്മ, നമ്മൾ മകനോട് ധൃതിപ്പെട്ട കല്യാണത്തെക്കുറിച്ച് സംസാരിച്ചു പോയോ എന്നോർത്ത് വിഷമിച്ചിരിക്കുകയായിരുന്നു. അവർ സംസാരിക്കാൻ വന്നാൽ പോലും മകൻ മുഖം കൊടുത്ത് സംസാരിക്കുന്നില്ല. മോനെ, ഞാൻ ജോലിക്കായി കേരളത്തിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. കാരണം നിങ്ങളുടെ പഠിത്ത ചെലവ് കൂടി വരികയാണ്. അവിടെ പോയി ജോലി ചെയ്താൽ മാസം 15,000 തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കേരളത്തിലേക്ക് പോവുകയാണ് എന്ന് അമ്മ മൂത്ത മകനോട് പറയുന്നു. അതിന് മകൻ ഒരു ഭാവവ്യത്യാസവും കാണിക്കുന്നില്ല. എല്ലാത്തിനും ശരി അമ്മേ, ശരി എന്ന് മാത്രം പറയുന്നു. ഒരു ഘട്ടത്തിൽ ആ കല്യാണത്തെക്കുറിച്ച് നീ എന്താണ് ചിന്തിക്കുന്നത് മോനെ എന്ന് ചോദിച്ച ഉടനെ, ഇപ്പോൾ ഈ പ്രായത്തിലാണോ നിങ്ങൾക്ക് കല്യാണം എന്ന് ചോദിച്ച് അവൻ പാത്രം എടുത്തെറിയുന്നു. നിങ്ങൾക്ക് ഇത്ര പ്രായമായി, എനിക്ക് കല്യാണപ്രായമായി, ഈ സമയത്താണോ നിങ്ങൾ കല്യാണം കഴിക്കണമെന്ന് പറയുന്നത്? അത് എത്രത്തോളം തെറ്റായ കാര്യമാണെന്ന് അറിയോ എന്ന് ചോദിക്കുന്നു. സ്വന്തം അമ്മയ്ക്ക് രണ്ടാമത് കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവനത് സഹിക്കാൻ കഴിഞ്ഞില്ല. ഉടൻ തന്നെ അവിടെ നിന്ന് ഇറങ്ങി അവൻ വീണ്ടും കോളേജിലേക്ക് പഠിക്കാൻ പോകുന്നു. അമ്മയും ആഗ്രഹത്തോടെ എന്റെ മകനോട് ഈ കാര്യം പറഞ്ഞിട്ടും ഇങ്ങനെയായല്ലോ എന്നോർത്ത് ഒത്തിരി വിഷമിക്കുന്നു. കേരളത്തിലേക്ക് ജോലിക്ക് പോയതിനു ശേഷം അവർ ദിവസവും ജോലി തിരക്കിലാണെങ്കിലും മകനെ ഫോണിൽ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ മകൻ ഫോൺ എടുക്കുന്നതേയില്ല. ഇതിനു മുൻപ് നന്നായി പഠിച്ചിരുന്ന ആ മൂത്ത മകൻ തന്റെ അമ്മയ്ക്ക് രണ്ടാമത് കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് അറിഞ്ഞത് മുതൽ ദിവസവും മദ്യപിക്കാൻ തുടങ്ങുന്നു. കൂട്ടുകാരുടെ കൂടെ നടന്ന് സ്വന്തം ജീവിതം അവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതോടൊപ്പം ആ മൂത്ത മകന്റെ മനസ്സിൽ വലിയൊരു ആഘാതം ഉണ്ടാക്കിയ കാര്യമെന്തെന്നാൽ ഭർത്താവ് മരിച്ചതു മുതൽ പൊതുസ്ഥലങ്ങളിലോ വീട്ടിലോ അമ്മ പൊട്ടു തൊടാറില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ കല്യാണാലോചന വന്നതിന് ശേഷം അമ്മ പൊട്ടു തൊടുന്നത് അവൻ കാണുന്നു. ഇത്രയും നാൾ എന്റെ അമ്മ പൊട്ടു തൊട്ടില്ല, ഇപ്പോൾ പെട്ടെന്ന് പൊട്ടു തൊടുന്നു. അപ്പോൾ അവരുടെ ആവശ്യം എന്താണ്, അവരുടെ ആഗ്രഹം എന്താണ് എന്ന് അവൻ വളരെ തെറ്റായ രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങുന്നു. ഈ ഒരു കാര്യം അവനെ ഒരുപാട് ബാധിച്ചു. ഇതുമൂലം നല്ലൊരു പയ്യൻ മദ്യത്തിനടിമയായി വളരെ മോശമായ അവസ്ഥയിലേക്ക് പോകുന്നു. അമ്മ ഇതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നു. ഞാൻ ധൃതിപ്പെട്ട മകനോട് ചോദിച്ചു പോയല്ലോ എന്ന് അമ്മ ഇതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നു. അമ്മ എത്ര തവണ ഫോൺ വിളിച്ചാലും മൂത്ത മകൻ ഫോൺ എടുക്കുന്നില്ല. ഒടുവിൽ അവരുടെ ആദ്യത്തെ മാസത്തെ ശമ്പളം വന്നപ്പോൾ ആ പണം മൂത്ത മകൻ അയച്ചു കൊടുക്കുന്നു. ഏത് പൊട്ട് കാരണമാണോ തനിക്കും മകനും ഇടയിൽ പ്രശ്നമുണ്ടായത്, അതേ പൊട്ട് ആ പണത്തിൽ ഒട്ടിച്ചു വെച്ച് ഇത് അവസാനമാണ്, തുടക്കമല്ല എന്ന് പറയുന്നു. മകനും ചിന്തിക്കുന്നു, ശരി, ഇത് നമ്മുടെ അമ്മ അറിയാതെ ഒരു കാര്യം ചോദിച്ചതായിരിക്കും. നമ്മൾ ഇനി മുതൽ സാധാരണ പോലെ ജീവിക്കാം, നമ്മുടെ ജീവിതവും പഠിത്തവും നോക്കാം എന്ന് കരുതി അവൻ തന്റെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു. ഇതിനുശേഷം ആരും അമ്മയുടെ രണ്ടാമത്തെ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ല. അങ്ങനെ 5 വർഷം കടന്നു പോകുന്നു.
5 വർഷത്തിന് ശേഷം ആ 2 മക്കളും നന്നായി വളർന്നു. മക്കൾ വളർന്നപ്പോൾ അമ്മയുടെ ജ്യേഷ്ഠൻ തന്റെ മകളെ ഈ 2 മക്കളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് വലിയ വാശിയിലായിരുന്നു. എന്നാൽ ഇളയ മകൻ ആരോടോ പ്രണയത്തിലാണെന്ന് പറഞ്ഞ് നടക്കുകയാണ്. അതുകൊണ്ട് മൂത്ത മകന് കല്യാണം കഴിച്ചു കൊടുക്കാമെന്ന് അമ്മ ഒരു തീരുമാനമെടുക്കുന്നു. മൂത്തവൻ പഠിത്തമെല്ലാം കഴിഞ്ഞ് നല്ലൊരു ജോലിയിൽ പ്രവേശിച്ചിരുന്നു. അവൻ കൈനിറയെ സമ്പാദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മാസങ്ങൾ കടന്നു പോകവേ പെട്ടെന്ന് ഒരു ദിവസം മൂത്ത മകൻ അമ്മയെ ഫോണിൽ വിളിക്കുന്നു. അമ്മേ, എനിക്ക് നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഇത്രയും നാളായി ആ കാര്യം എന്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ശരി, അങ്ങനെ എന്താണ് നിന്റെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ മകൻ പറയുന്നു, അമ്മേ, നിങ്ങൾക്ക് എന്തുകൊണ്ട് വീണ്ടും രണ്ടാമതൊരു കല്യാണം കഴിച്ചുകൂടാ എന്ന് മകൻ ചോദിക്കുമ്പോൾ എന്തൊരു അത്ഭുതമാണിത്. ഇതിനു മുൻപ് അമ്മ തന്നെ വന്ന് ഞാൻ രണ്ടാമത് കല്യാണം കഴിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഈ പ്രായത്തിൽ നിങ്ങൾക്ക് എന്തിനാണ് രണ്ടാമത് കല്യാണം എന്ന് പറഞ്ഞ് 5 വർഷം മുൻപ് എതിർത്തവനാണ് അവൻ. ഇപ്പോൾ പെട്ടെന്ന് 5 വർഷത്തിന് ശേഷം അവൻ തന്നെ മുന്നോട്ട് വന്ന് അമ്മേ, നിങ്ങൾക്ക് എന്തുകൊണ്ട് വീണ്ടും രണ്ടാമത് കല്യാണം കഴിച്ചുകൂടാ എന്ന് ചോദിക്കാൻ എന്ത് കാരണമാണുള്ളത്? ഈ 5 വർഷത്തിനിടയിൽ അങ്ങനെ എന്ത് വലിയ മാറ്റമാണ് മൂത്ത മകൻ ഉണ്ടായതെന്ന് മനസ്സിലാകുന്നില്ല. അതിന് അമ്മ, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും സംസാരിക്കേണ്ട. എനിക്ക് ഈ പ്രായത്തിൽ എന്തിനാണ് കല്യാണം? നീ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കൂ എന്ന് പറഞ്ഞ് ആ കാര്യം അവഗണിക്കാൻ നോക്കുന്നു. എന്നാൽ മൂത്ത മകൻ വിടാൻ തയ്യാറല്ലായിരുന്നു. ദിവസവും ഫോൺ വിളിച്ച് അമ്മേ, നിങ്ങൾ കല്യാണം കഴിക്കണം, നിങ്ങൾ കല്യാണം കഴിച്ചേ തീരൂ എന്ന് പറഞ്ഞ് ദിവസവും നിർബന്ധിക്കുന്നു. ഒരു ഘട്ടത്തിൽ അമ്മ അവനെ എങ്ങനെയെങ്കിലും ഒതുക്കണമല്ലോ എന്ന് കരുതി, ശരി മോനെ, ഞാൻ കല്യാണം കഴിക്കാം, പക്ഷേ അതിന് ഒരൊറ്റ നിബന്ധനയുണ്ട്. നീ ഒരു പെൺകുട്ടിയെ കണ്ട് കല്യാണം കഴിക്കൂ. ആ പെൺകുട്ടിയുടെ അച്ഛൻ ഞാൻ കല്യാണം കഴിക്കുന്ന കാര്യത്തിന് സമ്മതിച്ചാൽ ഞാൻ അതിനുശേഷം കല്യാണം കഴിക്കാം. കാരണം 25 വയസ്സുള്ള 2 ആൺമക്കളുള്ള ഒരു അമ്മ വീണ്ടും രണ്ടാമത് കല്യാണം കഴിച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് ആര് പെണ്ണു തരും? ഈ ഒരു പ്രശ്നമില്ലേ? നീ വേണമെങ്കിൽ ഒരു പെൺകുട്ടിയെ നോക്കൂ. അവളുടെ അച്ഛന് സമ്മതമാണെങ്കിൽ ഞാൻ കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞ് അമ്മ ഒരു ഓഫർ നൽകുന്നു. മൂത്ത മകനും ശരി, ഈ കാര്യം കൊള്ളാം എന്ന് പറഞ്ഞ് പെണ്ണന്വേഷിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ബ്രോക്കർ വഴി ഒരു ആലോചന വരുന്നു. ആ പെൺകുട്ടിയെ കാണാനായി അവൻ പോകുന്നു. ആ പെൺകുട്ടിയുടെ അച്ഛൻ ഒരു വലിയ യൂട്യൂബർ ആയിരുന്നു. അദ്ദേഹം എല്ലാ കാര്യങ്ങളും ഒരു കണ്ടന്റ് ആക്കി മാറ്റുന്ന ആളാണ്. തന്റെ മകളെ കാണാൻ ഒരാൾ വരുന്നു എന്ന കാര്യം പോലും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് അതുവഴി വൈറലാകാൻ നോക്കുകയാണ് അദ്ദേഹം. മൂത്ത മകനും ആ പെൺകുട്ടിയെ കാണാൻ വരുന്നു. ആ പെൺകുട്ടിയുടെ അടുത്ത് ചെന്നയുടൻ അവൻ തുറന്നു പറയുന്നു, എനിക്ക് ഇപ്പോൾ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. യഥാർത്ഥത്തിൽ ഞാൻ കല്യാണം കഴിക്കാൻ വന്ന ആളല്ല. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. എന്റെ അമ്മയെ എനിക്ക് രണ്ടാമത് കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം. അതിനായി ഈ പെണ്ണ് കാണൽ നാടകത്തിന് ഞാൻ സമ്മതിച്ചതാണ്. അതുപോലെ ആ പെൺകുട്ടിയും പറയുന്നു, എനിക്കും ഇപ്പോൾ കല്യാണത്തിൽ താല്പര്യമില്ല. എന്റെ അച്ഛന് യൂട്യൂബിന് വേണ്ടി കണ്ടന്റ് ഉണ്ടാക്കാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് ഞാനും ഈ നാടകത്തിന് സമ്മതിച്ചതാണ്. അങ്ങനെ രണ്ടുപേരും സത്യം തുറന്നു പറയുന്നു. രണ്ടുപേർക്കും കല്യാണത്തിന് താല്പര്യമില്ലാത്തത് കൊണ്ട് അവർ ഒരു കരാറിലെത്തുന്നു. എനിക്ക് എന്റെ അമ്മയുടെ കല്യാണം നടക്കണം, നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് കണ്ടന്റ് വൈറലാകണം. അപ്പോൾ നമ്മൾ രണ്ടുപേരും കല്യാണത്തിന് സമ്മതമാണെന്ന് പറയാം. അങ്ങനെ അവൻ അമ്മയുടെ അടുത്ത് ചെന്ന്, അമ്മേ, എനിക്ക് ആ പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു. അതോടൊപ്പം അവളുടെ അച്ഛൻ നിങ്ങൾ രണ്ടാമത് കല്യാണം കഴിക്കുന്നതിലൊന്നും യാതൊരു പ്രശ്നവുമില്ല, നിങ്ങൾ ധൈര്യമായി കല്യാണം കഴിച്ചോളാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞ് അമ്മയെ ബോധ്യപ്പെടുത്തുന്നു. അമ്മയ്ക്ക് വലിയ അത്ഭുതമായി. എന്താണിത്? ഞാൻ അറിയാതെ അവളുടെ അച്ഛൻ സമ്മതിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ അതും സമ്മതിച്ചിരിക്കുന്നു. ഇനി ഇതിൽ നിന്ന് എങ്ങനെ ഒഴിഞ്ഞു മാറും എന്നോർത്ത് അവർ വലിയ ആശയക്കുഴപ്പത്തിലാകുന്നു. അപ്പോഴാണ് പെൺകുട്ടി മൂത്ത മകനോട് ചോദിക്കുന്നത്, പെട്ടെന്ന് എങ്ങനെയാണ് നിങ്ങളുടെ അമ്മയ്ക്ക് രണ്ടാമത് കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം എന്നൊരു ആഗ്രഹം നിങ്ങൾക്ക് വന്നത്? എന്ത് കാരണത്താലാണ് ഇത്രയും വലിയൊരു മാറ്റം ഉണ്ടായത് എന്ന്. അപ്പോൾ മൂത്ത മകൻ ആ സത്യം വെളിപ്പെടുത്തുന്നു. ഞാൻ ജോലിയുടെ ആവശ്യത്തിനായി ടൗണിലേക്ക് മാറിയപ്പോൾ എന്റെ അമ്മ എന്നെ കാണാനായി ടൗണിലെ എന്റെ വീട്ടിലേക്ക് വന്നിരുന്നു. ഞാൻ വെളിയിൽ പോയ സമയത്ത് അമ്മ ആ വാതിൽ തുറന്ന് വെളിയിൽ വന്നിട്ടേയില്ല. ആ മുറിക്കകത്ത് തന്നെ ചെയ്ത ജോലി തന്നെ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇസ്തിരി ഇട്ട ഷർട്ട് വീണ്ടും ഇസ്തിരി ഇടുന്നു, വീട് നോക്കുന്നു, പച്ചക്കറി മുറിക്കുന്നു, അങ്ങനെ ചെയ്ത ജോലി തന്നെ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ മുറിയിൽ ഞാനൊരു CCTV ക്യാമറ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ക്യാമറ വഴി ഞാൻ നോക്കുമ്പോഴാണ് എന്റെ അമ്മ ആ മുറിക്കുള്ളിൽ തന്നെ ചുറ്റിത്തിരിയുന്നത് കണ്ടത്. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. എന്റെ അമ്മക്ക് തീർച്ചയായും ഒരു മറുജീവിതം ആവശ്യമുണ്ട്. കാരണം ഞങ്ങൾക്ക് വേണ്ടിയാണ് അവർ കുട്ടിക്കാലത്ത് അച്ഛൻ മരിച്ചിട്ടും രണ്ടാമത് കല്യാണം കഴിക്കാതിരുന്നത്. ഇപ്പോൾ അവരുടെ അവസാന കാലത്ത് അവർക്ക് തുണയായി ഒരു കൂട്ട ആവശ്യമുണ്ട്. അതെന്തുകൊണ്ട് എനിക്ക് ചെയ്തുകൂടാ? ഇതിൽ എന്താണ് തെറ്റ്? 5 വർഷം മുൻപ് അമ്മ കല്യാണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ എനിക്ക് തെറ്റായി തോന്നിയിരുന്നു. എന്നാൽ ഇപ്പോൾ എനിക്ക് കാര്യവിവരമായി. ഇപ്പോൾ എനിക്ക് ഇത് തെറ്റായി തോന്നുന്നില്ല. അതുമാത്രമല്ല, ഒരു നല്ല മകന്റെ ലക്ഷണം എന്ന് പറയുന്നത് ഫോൺ വിളിച്ച അമ്മയോട് ഭക്ഷണം കഴിച്ചോ അമ്മേ, എന്താണ് ചെയ്യുന്നത് അമ്മേ എന്ന് ചോദിക്കുന്നത് മാത്രമല്ല, സ്വന്തം അമ്മയ്ക്ക് സത്യസന്ധമായി ചിന്തിച്ച് അവർക്ക് എന്താണ് പ്രശ്നം, അവരുടെ ജീവിതത്തിൽ എങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിയും എന്ന് ചിന്തിക്കുന്നവരാണ് യഥാർത്ഥ മകൻ എന്ന് അവൻ ആ പെൺകുട്ടിയോട് പറയുന്നു. ഇതുകൊണ്ട് തന്നെയാണ് ആ പെൺകുട്ടിയും ഈ നാടകത്തിന് സമ്മതിച്ചത്. എന്നാൽ അമ്മയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും ഈ രണ്ടാമത്തെ കല്യാണം ഒഴിവാക്കണം എന്നായിരുന്നു ആഗ്രഹം. അവർക്ക് ഇതിൽ ഒട്ടും താല്പര്യമില്ലായിരുന്നു. എങ്ങനെയെങ്കിലും ഇത് തടസ്സപ്പെടുത്തണം എന്ന് കരുതി അവർ ഒരു വഴി കണ്ടെത്തുന്നു. അവർ രണ്ടാമത്തെ മകന്റെ അടുത്ത് ചെന്ന്, മൂത്തവൻ എനിക്ക് രണ്ടാമത് കല്യാണം കഴിപ്പിക്കാൻ ഏർപ്പാട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നീ എങ്ങനെയെങ്കിലും ഇത് തടയണം എന്ന് പറഞ്ഞ് അവന്റെ മനസ്സ് മാറ്റുന്നു. ഇപ്പോൾ മൂത്ത മകനും രണ്ടാമത്തെ മകനും തമ്മിൽ വലിയ വഴക്കാകുന്നു. നീ എന്തിനാണ് ആവശ്യമില്ലാതെ അമ്മയ്ക്ക് കല്യാണം കഴിപ്പിക്കാൻ നോക്കുന്നത്? ഈ പ്രായത്തിലാണോ അമ്മയ്ക്ക് ഇതൊക്കെ വേണ്ടത് എന്ന് ചോദിച്ച് അവർ രണ്ടുപേരും ഭയങ്കരമായി വഴക്കിടുന്നു. മൂത്തവൻ ഒത്തിരി പറഞ്ഞു നോക്കുന്നു, അതൊക്കെ പണ്ടത്തെ കാലം, നമ്മുടെ അമ്മയ്ക്ക് തീർച്ചയായും ഒരു കൂട്ട ആവശ്യമുണ്ട്. നമുക്ക് കല്യാണം കഴിഞ്ഞു പോയാൽ അമ്മയെ ആര് നോക്കും? തീർച്ചയായും അവർക്കൊരു തുണ വേണം എന്ന് പറയുമ്പോൾ അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് രണ്ടുപേരും തമ്മിൽ വലിയ
വലിയ വാക്കുതർക്കവും വഴക്കും ഉണ്ടാകുന്നു. അങ്ങനെ രണ്ടുപേരും തമ്മിൽ അടി കൂടുന്നു. ഈ വശത്ത് അമ്മ വിചാരിച്ചു, ഞാൻ രണ്ടാമത്തെ മകനെ അയച്ച സ്ഥിതിക്ക് അവൻ എങ്ങനെയെങ്കിലും മൂത്തവനോട് സംസാരിച്ച് ഈ കാര്യം നിർത്തിക്കോളുമെന്ന്. അമ്മയും ഇളയവനോട് എങ്ങനെയെങ്കിലും ജ്യേഷ്ഠനോട് പറഞ്ഞ് എനിക്ക് കല്യാണം വേണ്ട എന്ന് പറഞ്ഞ് അത് നിർത്താൻ നോക്കൂ എന്ന് ഒത്തിരി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഒരു ഘട്ടത്തിൽ ഇളയ മകൻ എന്റെ അമ്മയ്ക്ക് രണ്ടാമത് കല്യാണം വേണ്ട എന്ന് പറഞ്ഞ് സ്വന്തം ജ്യേഷ്ഠനെ അടിക്കാൻ വരെ പോയതാണ്. എന്നാൽ ഇപ്പോൾ പെട്ടെന്ന് വന്ന് എന്റെ അമ്മയ്ക്ക് രണ്ടാമത് കല്യാണം പ്രധാനപ്പെട്ടത് തന്നെയാണ് എന്ന കാര്യം അവൻ നന്നായി മനസ്സിലാക്കുകയും അവനും ഈ കല്യാണത്തിന് സമ്മതിക്കുകയും ചെയ്യുന്നു. അമ്മയ്ക്ക് വലിയ ഷോക്കായി. എന്താണിത്? എന്റെ ഇളയവനെ വിട്ട് മൂത്തവനോട് സംസാരിപ്പിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇപ്പോൾ അവനും പിന്മാറിയിരിക്കുന്നു. അപ്പോൾ രണ്ടു മക്കളും ഒന്നിച്ചു ചേർന്ന് എങ്ങനെയെങ്കിലും സ്വന്തം അമ്മയ്ക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ്. എന്നാൽ അമ്മ ഒത്തിരി ഒഴിഞ്ഞു മാറാൻ നോക്കുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ ഇവർക്കിടയിൽ ഒത്തിരി വഴക്കുകൾ ഉണ്ടാകുന്നു. അപ്പോഴാണ് അമ്മ ഒരു തീരുമാനമെടുക്കുന്നത്. മക്കൾ നമ്മുടെ വാക്ക് കേൾക്കുന്നില്ല. ഒരുപക്ഷെ ആ കുട്ടികളെ നമ്മൾ ഭയപ്പെടുത്തിയാൽ, അതായത് ഈ വീട് വിട്ട് ഞാൻ ഓടിപ്പോയാൽ 2 ദിവസത്തേക്ക് എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് എവിടെയെങ്കിലും വെച്ചിട്ട് പോയാൽ കുട്ടികൾ അമ്മയെ കാണാനില്ലല്ലോ എന്ന് പറഞ്ഞ് തിരയും. അതിനുശേഷം അമ്മേ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാം, നിങ്ങൾ ഈ വീട് വിട്ട് മാത്രം പോകരുതേ അമ്മേ എന്ന് പറഞ്ഞ് പേടിച്ച് നമ്മുടെ വാക്ക് കേൾക്കും എന്നൊരു ബുദ്ധിയോടെ അവർ രാത്രി സമയത്ത് വീടെല്ലാം പൂട്ടി ആ വീട് വിട്ട് ഇറങ്ങാൻ നോക്കുന്നു. നാട്ടുകാരോട് ഞാൻ മേൽമരവത്തൂർ ക്ഷേത്രത്തിൽ പോവുകയാണ് എന്ന് പറഞ്ഞ് ഒരു നാടകം സൃഷ്ടിച്ച് ഇതിനു മുൻപ് കേരളത്തിൽ ജോലി ചെയ്ത സ്ഥലത്തേക്ക് തന്നെ വീണ്ടും പോകാം എന്ന് കരുതി അവർ ഇറങ്ങുന്നു. റോഡിൽ വന്ന് നോക്കിയപ്പോൾ അസമയമായതുകൊണ്ട് ഒരു ബസ്സുകാരനും വണ്ടി നിർത്തുന്നില്ല. അപ്പോൾ പെട്ടെന്ന് നോക്കിയപ്പോൾ കൂട്ടമായി ക്രിസ്ത്യാനികൾ എല്ലാവരും ഒന്നു ചേർന്ന് തങ്ങളുടെ നേർച്ച നടക്കാനായി തീർത്ഥാടന യാത്ര പോവുകയായിരുന്നു. ദൂരത്ത് നിന്ന് ആ ക്രിസ്ത്യാനികളുടെ കൂട്ടത്തെ അവർ കാണുന്നു. ശരി, അവരോട് സഹായം ചോദിക്കാം എന്ന് കരുതി അവരുടെ അടുത്തേക്ക് പോകാം എന്ന് വിചാരിക്കുമ്പോഴാണ് ഓർക്കുന്നത് താൻ മേൽമരവത്തൂർ ക്ഷേത്രത്തിൽ പോവുകയാണെന്നും വരുത്തി തീർക്കാൻ ചുവപ്പ് നിറത്തിലുള്ള സാരിയാണ് ഉടുത്തിരിക്കുന്നത്. അയ്യോ, ഞാൻ ചുവപ്പ് സാരിയാണല്ലോ ഉടുത്തിരിക്കുന്നത്. ശരി, ഇനി ഞാൻ പോയി ഈ സാരി മാറ്റി വേറൊരു സാരി ഉടുക്കാം എന്ന് കരുതി അവർ ഒരു കാട്ടിലേക്ക് മാറുന്നു. ആ സമയം നോക്കി ഒരു കാട്ടുപന്നി വന്ന് അവരെ ആക്രമിക്കുന്നു. ആ പന്നിയെ പേടിച്ച് ഓടുന്നതിനിടയിലാണ് അറിയാതെ ഒരു കിണറ്റിൽ വീഴുന്നതും തലക്ക് പരിക്കേറ്റ് കിണറ്റിൽ മുങ്ങിപ്പോകുന്നത്. ഈ അമ്മയുടെ 2 മക്കളും അമ്മയെ ഫോണിൽ വിളിച്ചു നോക്കുന്നു. എത്ര വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ല. അവർക്ക് ഭയമായി തുടങ്ങി. അങ്ങനെ നാട്ടിൽ അന്വേഷിച്ചപ്പോൾ അമ്മ ഓം ശക്തി ക്ഷേത്രത്തിൽ പോവുകയാണെന്ന് പറഞ്ഞു പോയി എന്ന് അറിഞ്ഞു. അവർ ആ ക്ഷേത്രത്തിലും പോയി തിരയുന്നു. അതുമാത്രമല്ല, ഇതിനു മുൻപ് ജോലി ചെയ്ത കേരളത്തിലും പോയി തിരയുന്നു. എന്നാൽ എവിടെയും അമ്മയെ കണ്ടെത്താനായില്ല. അപ്പോഴാണ് ആ മക്കൾക്ക് ഒരു ഫോൺ കോൾ വരുന്നത്. അവരുടെ അമ്മയ്ക്ക് വലിയൊരു അപകടം സംഭവിച്ചു എന്ന്, അതായത് അമ്മയുടെ തലയ്ക്ക് പരിക്കേറ്റ് ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിച്ചിരിക്കുകയാണ് എന്ന വിവരം അവർക്ക് ലഭിക്കുന്നു. അപ്പോൾ മക്കൾ ആശുപത്രിയിൽ ചെന്ന് അമ്മയെ കാണുന്നു. അമ്മയെ എങ്ങനെയാണ് ഇങ്ങനെ സംഭവിച്ചത്, ആരാണ് അമ്മയെ രക്ഷപ്പെടുത്തിയത് എന്ന് അന്വേഷിക്കുമ്പോഴാണ് അറിയുന്നത് അമ്മ കിണറ്റിൽ വീണപ്പോൾ ഒരു നിലവിളി ശബ്ദം കേട്ടിരുന്നു. ആ വഴി പോയ ആ ക്രിസ്ത്യൻ തീർത്ഥാടക സംഘം ദൂരത്ത് നിന്ന് ആരോ നിലവിളിക്കുന്ന ശബ്ദം കേട്ടു. എവിടെ നിന്നാണ് ആ ശബ്ദം വരുന്നത് എന്ന് പോയി നോക്കിയപ്പോൾ അവിടെ ഒരു കിണർ കണ്ടു. ഈ കിണറ്റിൽ ആരെങ്കിലും വീണിട്ടുണ്ടാകുമോ എന്ന് അവർ ചിന്തിച്ചു. എന്നാൽ മറ്റുള്ളവർ എല്ലാവരും അങ്ങനെയൊന്നും ആരും വീണിട്ടുണ്ടാകില്ല. ഈ സമയത്ത് ആരിവിടെ വരാനാണ് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകാൻ നോക്കുന്നു. എന്നാൽ ഒരൊറ്റ ചേച്ചി മാത്രം, തീർച്ചയായും എനിക്ക് എന്തോ പന്തികേട് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞ് അവരും ആ കിണറ്റിലേക്ക് ഇറങ്ങി ആ അമ്മയെ രക്ഷപ്പെടുത്തുന്നു. കൃത്യസമയത്ത് അവരെ രക്ഷപ്പെടുത്തിയത് കൊണ്ട് ജീവന് യാതൊരു അപകടവും ഉണ്ടായിരുന്നില്ല. മക്കൾ അപ്പോഴാണ് ചിന്തിക്കുന്നത്, നമ്മൾ ആവശ്യമില്ലാതെ അമ്മക്ക് കല്യാണം കഴിപ്പിക്കണം എന്ന് പറഞ്ഞ് ഒത്തിരി ടോർച്ചർ ചെയ്തു, അതുകൊണ്ടാണ് അമ്മ ഇങ്ങനെ ഒരു പരീക്ഷണത്തിന് മുതിർന്നത് എന്ന്. അമ്മേ, ഇനിമേൽ ഞങ്ങൾ കല്യാണത്തെക്കുറിച്ച് സംസാരിക്കില്ല എന്ന് മക്കൾ അമ്മയ്ക്ക് വാക്കു നൽകുന്നു. ഇപ്പോൾ അമ്മയുടെ ആരോഗ്യസ്ഥിതി ഒരല്പം ഭേദമായി. അവർ സുഖം പ്രാപിച്ചു വരുന്നു. അപ്പോൾ ഈ അമ്മയുടെ വീടിന്റെ അടുത്ത് താമസിക്കുന്ന 20 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞ് അവർ ഇപ്പോൾ ഗർഭിണിയായിരുന്നു. ആ പെൺകുട്ടിയുടെ ഭർത്താവ് ഒരു മേസ്ത്രി ജോലി ചെയ്യുമ്പോൾ അപ്രതീക്ഷിതമായി ഒരു അപകടത്തിൽ മരണപ്പെടുന്നു. ചെറുപ്രായത്തിൽ തന്നെ ഭർത്താവ് മരിച്ചതുകൊണ്ട് ആ പെൺകുട്ടിക്ക് അത് താങ്ങാൻ കഴിഞ്ഞില്ല. അതുമാത്രമല്ല, ആ പെൺകുട്ടിക്ക് കുഞ്ഞ് ജനിക്കുകയും ചെയ്യുന്നു. കൈക്കുഞ്ഞുമായി ഭർത്താവില്ലാതെ എങ്ങനെ ഈ ജീവിതം അവൾ മുന്നോട്ട് കൊണ്ടുപോകും എന്നത് ഇപ്പോൾ ആർക്കും അറിയില്ല. എന്നാൽ തീർച്ചയായും ഈ അമ്മയ്ക്ക് അത് നന്നായി അറിയാം. കാരണം ഒരു 27-28 വയസ്സിൽ ഇവരുടെ ഭർത്താവ് മരിച്ചതാണ്. അന്ന് അമ്മയുടെ മക്കൾ 4ലും 5ലും പഠിക്കുകയായിരുന്നു. അന്നത്തെ സാഹചര്യത്തിൽ ഒട്ടനവധി പുരുഷന്മാർ കാരണം ഈ അമ്മയ്ക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ പെൺകുട്ടിക്ക് വെറും 20 വയസ്സ് മാത്രമേ ആകുന്നുള്ളൂ. ഇനി ആ പെൺകുട്ടി എത്രത്തോളം ക്രൂരതകൾ അനുഭവിക്കേണ്ടി വരും, അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്ന് ഈ അമ്മയ്ക്ക് നന്നായി അറിയാം. കാരണം ഇതൊക്കെ കടന്നു തന്നെയല്ലേ അവർ വന്നിട്ടുള്ളത്. ഈ ഒരു കാര്യം ഓർത്ത് അവർ ഒത്തിരി വിഷമിക്കുന്നു. അപ്പോൾ മൂത്ത മകൻ ഇത് കാണുന്നു. നിങ്ങൾ എന്തിനാണ് അമ്മയെ ആവശ്യമില്ലാതെ വിഷമിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് അഭിനയിക്കുന്നത്? ആ പെൺകുട്ടിയുടെ ജീവിതം അത്രയേ ഉള്ളൂ. നിങ്ങൾ ആവശ്യമില്ലാതെ കള്ളക്കണ്ണീരൊഴുക്കി അഭിനയിക്കാതിരിക്കൂ എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കരമായി ദേഷ്യം വരുന്നു. ഞാൻ അഭിനയിക്കുകയാണെന്നോ? ഒരു സ്ത്രീ തന്റെ ഭർത്താവില്ലാതെ എത്രത്തോളം കഷ്ടപ്പെടുമെന്ന വേദന എനിക്ക് മാത്രമേ അറിയാനാവൂ. അതെ, കഷ്ടപ്പാട് തന്നെയാണ്. പക്ഷെ ആ പെൺകുട്ടി വിചാരിച്ചാൽ അവളുടെ ജീവിതം മാറ്റാം. അതിന് നിങ്ങളാണ് തുടക്കം കുറിക്കേണ്ടത്. 40-ന് മുകളിൽ പ്രായമുള്ള നിങ്ങൾ വീണ്ടും രണ്ടാമത് കല്യാണം കഴിച്ചാൽ 20 വയസ്സുള്ള ആ പെൺകുട്ടിക്ക് നിങ്ങളെ കണ്ട് ഒരു ബുദ്ധി തോന്നും. ആഹാ, 40 വയസ്സുള്ള ആ ചേച്ചി തന്നെ രണ്ടാമത് കല്യാണം കഴിക്കുന്നു. എനിക്ക് 20 വയസ്സല്ലേ ആയുള്ളൂ, അപ്പോൾ എനിക്കും രണ്ടാമത് കല്യാണം കഴിക്കാം എന്ന് കരുതി ആ പെൺകുട്ടിയും രണ്ടാമത് കല്യാണം കഴിക്കാൻ തുടങ്ങും. അങ്ങനെ ഭർത്താവ് നഷ്ടപ്പെട്ട ഓരോ സ്ത്രീയും രണ്ടാമത് കല്യാണം കഴിച്ചാൽ അവരുടെ ജീവിതത്തിൽ യാതൊരു പ്രശ്നവും വരില്ല, കുട്ടികളും കഷ്ടപ്പെടില്ല. കല്യാണം എന്ന് പറയുന്നത് വെറും കാമത്തിന് വേണ്ടി മാത്രമല്ല, അതൊരു സ്നേഹമാണ്, തണലാണ്, കൂട്ടാണ്. അതൊക്കെ ഒരു സ്ത്രീക്ക് വീണ്ടും ലഭിക്കണമെങ്കിൽ ഈ സമൂഹത്തിൽ ആരെങ്കിലും ഒരാൾ തുടക്കം കുറിച്ചേ തീരൂ.
ആ തുടക്കം എന്തുകൊണ്ട് അമ്മയ്ക്കായി ഞാൻ തീർത്തു പറയാം. 20 വയസ്സ് മാത്രം പ്രായമുള്ള ആ പെൺകുട്ടിയുടെ ജീവിതം എന്താകുമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കല്യാണം കഴിക്കൂ. നിങ്ങളെ കണ്ട് ആ പെൺകുട്ടിയും കല്യാണം കഴിക്കും എന്ന് മൂത്ത മകൻ പറഞ്ഞ് ദേഷ്യത്തോടെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. മകൻ പറഞ്ഞ കാര്യം ശരിയാണ്. കാരണം എത്രയോ കാലങ്ങൾക്ക് മുൻപ് സതി അനുഷ്ഠിക്കൽ, പുനർവിവാഹം തടയൽ എന്ന് പറഞ്ഞ് ഒത്തിരി പ്രശ്നങ്ങൾ സ്ത്രീകൾക്കുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ ഓരോന്നായി തകർത്തുകൊണ്ടാണ് വരുന്നത്. ഇപ്പോൾ ഈ ഗ്രാമത്തിലുള്ള ആചാരം നമുക്ക് തകർക്കാൻ നോക്കാം. നമ്മൾ തീർച്ചയായും കല്യാണം കഴിച്ചാൽ ഇനി വരുന്ന തലമുറയിലെങ്കിലും സ്ത്രീകൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവർ കല്യാണം കഴിച്ച് അവരുടെ ജീവിതം തുടങ്ങും. അങ്ങനെ അവർ മൂത്ത മകനെ ഫോണിൽ വിളിച്ച് എനിക്ക് രണ്ടാമത്തെ കല്യാണത്തിന് സമ്മതമാണ് എന്ന് പറയുന്നു. അതിന് മകൻ സന്തോഷത്തോടെ ഞാൻ ഉടനെ തന്നെ നിങ്ങൾക്ക് വരനെ അന്വേഷിക്കാൻ തുടങ്ങാം എന്ന് പറഞ്ഞ് സ്വന്തം അമ്മയ്ക്ക് വേണ്ടി വരനെ അന്വേഷിക്കാൻ തുടങ്ങുന്നു. ലഭിക്കുന്ന എല്ലാ ആലോചനകളും അവൻ നോക്കുന്നുണ്ട്. തന്റെ അമ്മയ്ക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് ആ ആലോചന അവൻ കണ്ടെത്താൻ ശ്രമിക്കുന്നു. അങ്ങനെ എത്രയോ ആലോചനകൾ വന്നിട്ടും അമ്മയ്ക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. കാരണം അമ്മ ആഗ്രഹിക്കുന്നത് വെറും കല്യാണം മാത്രമല്ല, തന്റെ മക്കളെയും നോക്കണം, എന്നെയും നന്നായി നോക്കണം. അതുമാത്രമല്ല ഭാവിയിൽ അവർക്ക് യാതൊരു പ്രശ്നവും വരാൻ പാടില്ല. സമാധാനപരമായ ഒരു ജീവിതം ഉണ്ടാകണം. അതിനായി ഒരു നല്ല മനുഷ്യനെ വേണം കല്യാണം കഴിക്കാൻ എന്നവർ ആഗ്രഹിക്കുന്നു. അപ്പോഴാണ് കാട്ടുപന്നി ഓടിച്ചപ്പോൾ പേടിച്ച് കിണറ്റിൽ വീണ സമയത്ത് രക്ഷപ്പെടുത്തിയ ആ ചേച്ചിയെ ഓർക്കുന്നത്. ആ ചേച്ചിക്ക് ഒരു നേർച്ചയുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും എന്റെ ജ്യേഷ്ഠന്റെ കല്യാണം നടക്കണം, അതിനായി നിങ്ങളുടെ ആലയത്തിലേക്ക് ഞാൻ പദയാത്ര നടത്താമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ആ കാര്യം അമ്മയും ചോദിച്ചറിയുന്നു. നിങ്ങളുടെ ജ്യേഷ്ഠനും രണ്ടാമത്തെ കല്യാണമാണോ നിങ്ങൾ നോക്കുന്നത് എന്ന കാര്യം അമ്മ മനസ്സിലാക്കുന്നു. അപ്പോഴാണ് ദൈവം അവിടെ നിന്ന് എവിടേക്കാണ് ഈ ബന്ധം കൂട്ടിച്ചേർക്കുന്നത് എന്ന് നോക്കുന്നത്. ഉടൻ തന്നെ അമ്മ ആ ചേച്ചിയോട് പറയുന്നു, നിങ്ങളുടെ ജ്യേഷ്ഠന് എനിക്ക് കാരണം, അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചു നോക്കാം. എനിക്കും സമ്മതമാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കാം. അങ്ങനെ അവർ അദ്ദേഹത്തെ പോയി കാണുന്നു. അദ്ദേഹമാണ് വിജയ് ആന്റണി. വിജയിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ കല്യാണം കഴിഞ്ഞതാണ്. ഭാര്യ മരിച്ചുപോയി. അവർക്കൊരു മകളുണ്ട്. മകളുടെ കല്യാണവും കഴിഞ്ഞതാണ്. ഇപ്പോൾ അദ്ദേഹം തനിച്ചാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിന്റെ മകൾ അവസാനമായി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പ നിങ്ങൾ എന്തിനാണ് തനിയെ ഇരിക്കുന്നത്, നിങ്ങൾക്കായി ഒരു കല്യാണം കഴിക്കൂ എന്ന്. ആ ഒരൊറ്റ കാരണത്താലാണ് അദ്ദേഹവും വീണ്ടും കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ എങ്ങനെയാണോ മകൻ കല്യാണം കഴിക്കാൻ പറയുന്നത്, അതുപോലെ തന്നെയാണ് അവിടെ മകളും കല്യാണം കഴിക്കാൻ പറയുന്നു. ഇപ്പോൾ രണ്ടുപേരും കാണുന്നു, സംസാരിക്കുന്നു, നന്നായി അടുക്കുന്നു, പരസ്പരം മനസ്സിലാക്കുന്നു. രണ്ടുപേർക്കും ഇടയിൽ ഒരു നല്ല മാനസിക അടുപ്പം ഉണ്ടാകുന്നുണ്ട്. വിജയ് ഒരു ഭർത്താവ് മാത്രമല്ല, തന്റെ മക്കൾക്ക് ഒരു നല്ല അച്ഛനുമായിരിക്കും. അതുമാത്രമല്ല അദ്ദേഹം ഒരു നല്ല മനുഷ്യൻ കൂടിയാണ്. അതുകൊണ്ട് ഈ കല്യാണത്തിന് ഞാൻ സമ്മതിക്കുന്നു. എനിക്ക് ഇദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു എന്ന് അമ്മ പറയുന്നു. രണ്ടു മക്കളും തീരുമാനിക്കുന്നു, ശരി, ഞങ്ങളുടെ അമ്മ തീരുമാനിച്ചാൽ അത് ആവശ്യമില്ലാത്തൊരു കാര്യമായിരിക്കില്ല. കാരണം ഞങ്ങൾക്ക് തന്നെ നല്ലതും ചീത്തയും പറഞ്ഞു തന്ന് വളർത്തിയവളാണ് അമ്മ. നിങ്ങളെ അമ്മ തിരഞ്ഞെടുത്തുവെങ്കിൽ തീർച്ചയായും നിങ്ങൾ നല്ല ഒരാളായിരിക്കും എന്ന് പറഞ്ഞ് അമ്മയുടെ മക്കളും സമ്മതം മൂളുന്നു. ഇപ്പോൾ കല്യാണം നിശ്ചയിക്കുന്നു. എന്നാൽ ഇവിടെ എത്രയൊക്കെ നല്ല കാര്യങ്ങൾ നടന്നാലും അമ്മയ്ക്കെതിരായി ഒട്ടനവധി ആളുകൾ ഉണ്ടായിരുന്നു. ഗ്രാമത്തിൽ ഒരു 40 വയസ്സിന് മുകളിലുള്ള സ്ത്രീക്ക് കല്യാണം നടക്കുന്നു എന്ന് കേട്ട ആരെങ്കിലും മിണ്ടാതിരിക്കുമോ? അതുമാത്രമല്ല ഈ വിവരം അമ്മയുടെ ജ്യേഷ്ഠനും ബന്ധുക്കൾക്കും അറിയാൻ കഴിഞ്ഞു. അതോടൊപ്പം ആ നാട്ടിലെ ഗ്രാമത്തലവനുണ്ടല്ലോ, അവനാണെങ്കിൽ അമ്മയോട് എപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്നവനാണ്. അവനും ഈ വിവരം അറിയുന്നു. ഈ സ്ത്രീക്ക് രണ്ടാമത് കല്യാണം നടക്കാൻ പോകുന്നു എന്ന്. ഞാനില്ലാതെ രണ്ടാമത് കല്യാണമോ എന്ന് പറഞ്ഞ് നാട്ടുകാരെ മുഴുവൻ അവൻ ഒന്നിച്ചു കൂട്ടുന്നു. നാട്ടുകാരും ആ സ്ത്രീ കല്യാണം കഴിച്ചു പോകട്ടെ, ഇതിൽ നമുക്ക് എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ തലവൻ പറയുന്നു, എന്താടാ ഭ്രാന്താണോ? നമ്മൾ വെച്ചിരിക്കുന്ന ജാതി വ്യവസ്ഥകളും നമ്മൾ സ്ത്രീകളെ അടിമകളാക്കി വെക്കുന്നതുമെല്ലാം സ്ത്രീകൾ നമ്മുടെ കൈക്കുള്ളിൽ ഇരിക്കുമ്പോഴാണ്. 40 വയസ്സിന് മുകളിലുള്ള ഒരു സ്ത്രീ രണ്ടാമത് കല്യാണം കഴിച്ചാൽ നാട്ടിലുള്ള മറ്റു സ്ത്രീകളും എനിക്ക് എന്റെ ഭർത്താവിനെ ഇഷ്ടമല്ല, ഞാനും രണ്ടാമത് കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞ് എല്ലാവരും തുടങ്ങും. അപ്പോൾ നമുക്ക് യാതൊരു ബഹുമാനവും ഉണ്ടാകില്ല. വീട്ടിൽ കെട്ടിയ പെണ്ണിൽ നിന്ന് നമുക്ക് ബഹുമാനമില്ലെങ്കിൽ വെളിയിൽ നമ്മൾ ആരുമായിരിക്കും എന്ന് പറഞ്ഞ് ആ ഗ്രാമത്തലവൻ നാട്ടുകാരെ ഇളക്കി വിടുന്നു. അപ്പോൾ പുരുഷന്മാരും ചിന്തിക്കുന്നു, തലൻ പറയുന്നത് ശരിയാണല്ലോ, ആ സ്ത്രീയുടെ കല്യാണം നമ്മൾ നടത്താൻ അനുവദിക്കരുത് എന്ന് പറഞ്ഞ് എല്ലാവരും തീരുമാനിക്കുന്നു. ഈ വശത്ത് അമ്മയുടെ ജ്യേഷ്ഠന്മാരും ബന്ധുക്കളും അമ്മയെ ഭയങ്കരമായി എതിർക്കുന്നു. ഈ പ്രായത്തിൽ നിങ്ങൾക്ക് എന്തിനാണ് കല്യാണം എന്ന് ചോദിക്കുന്നു. അവരുടെ ജ്യേഷ്ഠൻ അമ്മയെ കൊല്ലാൻ വരെ തുനിയുന്നു. ഒരു ഘട്ടത്തിൽ അവരും ശരി, നീ ജീവിച്ചു പോയിക്കോ എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കുന്നു. എങ്കിലും നാളെ ആ കല്യാണം നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ജ്യേഷ്ഠൻ അവിടെ നിന്ന് പോകുന്നു. ഇപ്പോൾ നാട് മുഴുവൻ എതിർപ്പ് വരുന്നു. ബന്ധുക്കൾക്കിടയിലും എതിർപ്പ് വരുന്നു. കല്യാണം കഴിച്ചാൽ ഞാൻ വെട്ടും കുത്തും എന്ന് പറഞ്ഞ് നാട്ടുകാർ ഭീഷണിപ്പെടുത്തുന്നു. ഇതിനിടയിലെല്ലാം ആരെന്ത് പറഞ്ഞാലും ശരി, ഞാൻ എന്റെ അമ്മയുടെ കല്യാണം നടത്തി കൊടുക്കും എന്ന് പറഞ്ഞ് മക്കൾ വലിയ വാശിയിലാണ്. പിറ്റേന്ന് രാവിലെ തന്നെ അവർ ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുന്നു. വിജയും വരുന്നു. അമ്മയുടെയും വിജയിന്റെയും കല്യാണം നടക്കാൻ പോകുന്നു. അപ്പോൾ പെട്ടെന്ന് നാട്ടുകാർ എല്ലാവരും ഒന്ന് ചേർന്ന് കല്യാണം തടയാൻ വരുന്നു. അപ്പോൾ പെട്ടെന്ന് മൂത്ത മകൻ നേരത്തെ തയ്യാറാക്കിയ ഒരു പ്ലാൻ നടപ്പിലാക്കുന്നു. അതായത് നാട്ടുകാർ ആരെ പേടിച്ചില്ലെങ്കിലും മാധ്യമങ്ങളെ തീർച്ചയായും പേടിക്കും. എന്റെ മുഖം വെളിയിൽ അറിയും, നിയമം ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞാൽ നാട്ടുകാർ തീർച്ചയായും ഭയപ്പെടും. കാരണം നാട്ടുകാർക്ക് സ്വന്തമായ ഒരു ബുദ്ധിയുമില്ല. ആരോ ഒരാൾ പറയുന്നത് കേട്ട് ആട്ടിൻകൂട്ടത്തെ പോലെ വന്ന് ഒച്ച വെക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് പ്രശ്നം. അതുകൊണ്ട് തന്നെ പ്രസ് മീഡിയയെല്ലാം കൂട്ടിക്കൊണ്ടുവന്ന് മൂത്ത മകൻ നാട്ടുകാരെ ക്യാമറയിൽ പകർത്തുന്നു. ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നു, ഇതിനെ നാട്ടുകാർ എതിർക്കുന്നു, ഇത് നിയമപ്രകാരം തെറ്റാണ് എന്ന് തെളിയിച്ച് എല്ലാവരെയും ഭയപ്പെടുത്തുന്നു. ഒരു ഘട്ടത്തിൽ നമുക്ക് ഇതിനാണ് ആവശ്യമില്ലാത്ത പ്രശ്നം, നിയമപ്രകാരം രണ്ടാമത് കല്യാണം കഴിക്കാൻ അനുവാദമുണ്ട്, നമ്മൾ തടയാൻ പോയാൽ നമ്മളെ ജയിലിലടക്കും എന്ന് പറഞ്ഞ് നാട്ടുകാർ അതിൽ നിന്ന് പിന്മാറുന്നു. ഒടുവിൽ നാടിന്റെയും എതിർപ്പ്
എതിർത്ത് ബന്ധുക്കളെയും എതിർത്ത് വിജയന്റെയും അമ്മയുടെയും കല്യാണം ശുഭകരമായി നടക്കുന്നു. ഇതൊക്കെ ഒരു വശത്താണെങ്കിലും ഈ രണ്ട് മക്കൾ 40 വയസ്സിന് മുകളിലുള്ള സ്വന്തം അമ്മയുടെ കല്യാണം നടത്തി എന്ന് പറഞ്ഞ് എടുത്ത തീരുമാനമുണ്ടല്ലോ, അതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ മികച്ച ഒരു തീരുമാനം. ഈ സിനിമയുടെ കഥ ആരെല്ലാം അവസാനം വരെ കേട്ടോ, മറക്കാതെ അവരെല്ലാം കമന്റ് ബോക്സിൽ ഗുഡ് റിവ്യൂ എന്ന് പറഞ്ഞൊരു കമന്റ് ചെയ്യണേ. കാരണം എത്ര പേർ എന്റെ വീഡിയോ കാണുന്നുണ്ടെന്ന് അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു ചെറിയ കമന്റ് ഞങ്ങൾക്ക് തീർച്ചയായും വലിയൊരു തുണയായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതോടൊപ്പം ഈ സിനിമയുടെ എക്സ്പ്ലെയിൻ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ.